ഇന്ന് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി മുടിയൊക്കെ ചീകി, അത് കഴിഞ്ഞ് ഡെയിലി ഞാൻ ചെയ്യാറുള്ളതാണ് മുഖം കഴുകി കഴിഞ്ഞ് പൊട്ടിടുന്നത്. അത് കഴിഞ്ഞ് വാതിൽ തുറന്ന് ഞാൻ പയ്യെ അടുക്കളയിലേക്ക് കയറുക. സുനിയേട്ടൻ ഇച്ചി കട്ടൻ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. ഏട്ടന് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കട്ടൻ ചായ കൊടുത്തു കഴിഞ്ഞ് ഞാൻ ചൂലെടുത്ത് അവിടെ റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി. സൺഡേ മാത്രമേ ഞങ്ങൾക്ക് ലീവുള്ളൂ. അപ്പോൾ അന്ന് ഒരുപാട് ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഞാൻ മുറ്റമൊക്കെ അടിക്കാറുള്ളൂ. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, തുണിയൊക്കെ വാഷ് ചെയ്ത്. ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ. പിന്നെ കംഫർട്ടൊക്കെ മുക്കി തുണി ഞാൻ വിരിക്കാൻ കൊണ്ടുവന്നതാണ്. ഞായറാഴ്ച നിൽക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഈ തുണിയൊക്കെ വിരിക്കുന്നത്. കഴുകി വെച്ച് കഴിഞ്ഞാൽ സുനിയേട്ടനാണ് എനിക്ക് വിരിച്ചൊക്കെ തരുന്നത്. പിന്നെ നേരെ ഞാൻ അടുക്കളയിലേക്ക് കയറി രാവിലെ ചായക്കുള്ള വട്ടം കൂട്ടലാണ് ആരംഭിച്ചത്. എനിക്ക് തേങ്ങയൊക്കെ സുനിയേട്ടൻ തിരിങ്ങി തന്ന് സഹായിച്ച്. പിന്നെ പുട്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം പുട്ടാണ് ഉണ്ടാക്കിയത് രാവിലെ. ഏട്ടൻ തേങ്ങയാണ് ഒരാഴ്ചത്തേക്ക് ഞങ്ങൾ ചിരവി അങ്ങ് വെക്കും. അന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തത്. തേങ്ങയൊക്കെ ഞങ്ങൾ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ, കൊളസ്ട്രോളൊക്കെ വരുമെന്ന് പേടിച്ച്. നിങ്ങളിങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത്? ചിരട്ടപ്പുട്ടിലാണോ അതോ സാധാ പുട്ടുകുറ്റിയിലാണോ പുട്ടുണ്ടാക്കുന്നത്? ഞങ്ങളിവിടെ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ചെറിയതായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ചായക്ക് കറി ഞങ്ങൾ ഏത്തപ്പഴമാണെന്ന് എടുത്തത്. ആ നേരം കൊണ്ട് ഏട്ടന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വരിക കറിക്ക് വാങ്ങാനായിട്ട്. പച്ചക്കറി വാങ്ങിച്ചിട്ടും ബീഫും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച നിൽക്കുമ്പോൾ മാത്രമേ റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കത്തുള്ളൂ. ഒരു ദിവസം ഞായറാഴ്ച കിട്ടത്തുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ 2 പേരും പോയി പല്ലൊക്കെ തേച്ച് കുളി കഴിഞ്ഞൊക്കെ ഞങ്ങൾ വരുക രാവിലെ ചായ കുടിക്കാനായിട്ട്. ഞങ്ങളുടെ പുട്ട്, ഏത്തപ്പഴം പുഴുങ്ങിയത്, ചായ എല്ലാം മേശപ്പുറത്ത് റെഡിയായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏട്ടൻ ഇതെല്ലാം എടുത്തു വെച്ച്. പുട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ സൂപ്പറാണെന്നാണ് സുനിയേട്ടൻ പറയുന്നത്. പുട്ടിന് കറി ഇഷ്ടം, പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ഏത്തപ്പഴമാണ് പുഴുങ്ങിയത്. പിന്നെ ഉച്ചയ്ക്കത്തെ ആഹാരം പാകം ചെയ്യാനായിട്ടാണ് അടുക്കളയിൽ കയറിയത്. ബീഫ് ആയതുകൊണ്ട് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. കപ്പയും കൂടെ എടുത്ത് ഞാൻ കുഴയ്ക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, ഞങ്ങൾ കൊല്ലം സ്റ്റൈല് കപ്പ അരിയുന്നുണ്ടോ. ഇവിടെ എറണാകുളത്ത് കപ്പയെന്നാണ് പറയുന്നത്, കൊല്ലത്ത് ഞങ്ങൾ ചീനി എന്നാണ് പറയുന്നത്. ഞാൻ കൊല്ലംകാരുണ്ട്. നിമിഷ നേരം കൊണ്ട് ഞാൻ ചീനിയൊക്കെ വേവിച്ചെടുത്ത് ഇറച്ചി കഴുകി വാരി ഞാൻ കുക്കറിൽ ഇടാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളത് അധികം കറിയൊന്നും വെച്ചില്ല. ബീഫ് ഉണ്ടായതുകൊണ്ട് കപ്പയും ബീഫും മാത്രമാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് റെഡിയാക്കിയത്. സുനിയേട്ടന് അധികം കറിയൊന്നും വേണമെന്നില്ല, എന്തെങ്കിലും ഒരു തരം കറി മതി. എന്ത് കഴിച്ചാലും പാവം കഴിക്കും. കപ്പയും ബീഫും മാത്രമേ കഴിച്ച് ഇപ്പോഴാണ് ഇച്ചിരി വെള്ളം കുടിച്ചത്.
നന്നായി കഴിച്ച് ഞങ്ങൾ ഭക്ഷണം. കപ്പയും ബീഫും ആയതുകൊണ്ട് ഞങ്ങൾ നന്നായി കഴിച്ച്. അത് കഴിഞ്ഞ് പാത്രമൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ട് അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ. സൺഡേ ആയതുകൊണ്ട് ചേരൻ ഉറങ്ങിപ്പോയി ഉച്ചയ്ക്ക് കിടന്ന്. അത് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞപ്പോഴത്തേന് ചായ ഇട്ട്. ഉച്ചയ്ക്ക് കപ്പയൊക്കെ കഴിച്ചുകൊണ്ട് സുനിയേട്ടന് ചായക്ക് കടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ചായ മാത്രമാണ് കഴിക്കുന്നത്. കണ്ടോ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. വല്ലപ്പോഴും കിട്ടുന്ന മഴയായതുകൊണ്ട് സുനിയേട്ടൻ മഴ ഇച്ചേരം നോക്കിയൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഉച്ചയ്ക്ക് നല്ല ഹെവി ഭക്ഷണം ആയതുകൊണ്ട് വൈകുന്നേരം ഏട്ടന് കഞ്ഞി മതിയെന്ന് പറഞ്ഞ്. അപ്പം നാരങ്ങ അച്ചാറും വിനാഗിരിയിലിട്ട് വെച്ച കാന്താരി മുളകുമാണ് ഞങ്ങളുടെ കറി. എല്ലാവരും കാന്താരി മുളക്